കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കരിന്തളം വില്ലേജിൽ പച്ചക്കറി കൃഷിയിലും പശു വളർത്തലിലും ഒരുപോലെ വിജയം കണ്ടെത്തിയ കർഷക ദമ്പതികളാണ് കെ സുരേന്ദ്രനും രമണിയും. പച്ചക്കറി കൃഷിയിൽ സുരേന്ദ്രൻ ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ മൃഗസംരക്ഷണത്തിനാണ് ഭാര്യ രമണി ശ്രദ്ധ പതിപ്പിച്ചത്. കാർഷിക അവശിഷ്ടങ്ങൾ മൃഗങ്ങൾക്ക് പലപ്പോഴും തീറ്റയായി മാറുമ്പോൾ അവയുടെ ചാണകവും മൂത്രവുമൊക്കെ ഒന്നാന്തരം ജൈവവളമായി കൃഷിക്ക് ഉപയോഗിക്കുന്നു. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് സുരേന്ദ്രൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. മഴക്കാല പച്ചക്കറി കൃഷിയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പയർ, പാവൽ, കത്തിരി, വെള്ളരി, മത്തൻ, ചേന, ചേമ്പ്, വാഴ, കപ്പ എന്നീ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ കൃഷി നടത്തിയത് ഓണക്കാലത്ത് പച്ചക്കറി കൃഷിയാണ്. ഓണത്തിൻ്റെ ആ സമയത്ത് നമുക്ക് നല്ലൊരു വില ലഭിക്കുകയും അതുപോലെ ഈ ഓണച്ചന്ത അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ കുടുംബശ്രീ ഇവർക്കെല്ലാം നമുക്ക് പച്ചക്കറി കൊടുക്കാനാവും. കൃഷിക്കായുള്ള വിത്തുകൾ പടനക്കാട് കൃഷി ഫാമിൽ നിന്നാണ് സംഘടിപ്പിച്ചത്. കൃഷി ചെയ്യാനായി തെരഞ്ഞെടുത്ത സ്ഥലം ആദ്യമായി ഉഴുത് പാകപ്പെടുത്തി തടങ്ങളെടുത്ത് കുമ്മായം ചേർക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഒരാഴ്ച കഴിഞ്ഞ് തടത്തിൽ 1-2 വിത്തിടുന്നു. ഇതിൽ നിന്നും കരുത്തുള്ള ഒരു ചെടി നിലനിർത്തി ബാക്കി പിഴുതുകളയുന്നു. പൂർണ്ണമായും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. പശു, ആട്, കോഴി മുതലായവ ഉള്ളതിനാൽ ജൈവവളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും മാത്രമാണ് വാങ്ങുന്നത്. മുളവന്ന ചെടികൾ 4 ഇല പ്രായമാകുമ്പോൾ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി എന്നിവ ചേർത്ത മിശ്രിതം നൽകുന്നു. പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ബയോഗ്യാസ് സ്ലറി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കോഴിവളം മുതലായവ നൽകുന്നു. ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഗോമൂത്രവും പിന്നെ ചാണകവും കടൽ പിണ്ണാക്കും അത് 3 കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഒരു 500 ലിറ്റർ വെള്ളത്തിൽ കലക്കും. കലക്കി ഒരാഴ്ച അത് പുളിക്കാൻ വെക്കും. ആ പുളിച്ച് അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് 1 ലിറ്റർ വെള്ളം ഒരു പച്ചക്കറിയുടെ നിരട്ട് ഒഴിക്കും. അത് ആഴ്ചക്ക് ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചാൽ മതി. അതന്നെ ഏറ്റവും നല്ല വളമായി. ജലസേചനത്തിനായി പ്രധാനമായും കിണർ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കൃഷിസ്ഥലത്തെത്തിക്കുന്നു. മഞ്ഞളിപ്പ് രോഗം ഈ കൃഷിയിടത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇക്കാര്യം അറിയിച്ചതിനെ തുടർന്ന് കാർഷിക കോളേജിലെ ശാസ്ത്രജ്ഞർ വന്ന് പരിശോധിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തു. പച്ചക്കറിയിലെ കീടരോഗ നിയന്ത്രണത്തിന് പ്രധാനമായും ഗോമൂത്രം, കാന്താരിമുളക് മിശ്രിതം, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, ഫെറമോൺ കെണി, സ്യൂഡോമോണസ് എന്നിവ ഉപയോഗിക്കുന്നു. ഗോമൂത്രം ഇലകളിൽ തളിച്ചും തടത്തിൽ ഒഴിച്ചും ഒരു പരിധിവരെ രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. ജൈവകൃഷി ആയതിനാൽ പച്ചക്കറികൾക്ക് നല്ല വില ലഭിക്കുന്നുണ്ട്.
പലരും കൃഷിയിടത്തിലെത്തിയും പച്ചക്കറി വാങ്ങുന്നുണ്ട്. ബാക്കിയുള്ളവ കരിന്തളം, കാലിച്ചാമരം, ഭീമനടി, വെള്ളരിക്കുണ്ട് മുതലായ സ്ഥലങ്ങളിലെ വിപണിയിൽ വിൽക്കുന്നു. വിപണിക്കനുസരിച്ച് കൃഷി ഇറക്കിയാൽ നല്ല ലാഭം ലഭിക്കുമെന്നാണ് ഈ കർഷകന്റെ വിശ്വാസം. ഏകദേശം 85,000 രൂപയോളം ചെലവ് വരുന്ന കൃഷിയിൽ നിന്നും 50,000 രൂപയോളം ലാഭം ഈ കർഷകന് ലഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്നും 2 തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. ബാക്കി കൃഷിപ്പണികൾ കുടുംബാംഗങ്ങളാണ് ചെയ്യുന്നത്. വീടിന് സമീപമുള്ള തൊഴുത്തിൽ 12 പശുക്കളാണ് ഉള്ളത്. ജേഴ്സി, HF തുടങ്ങിയ സങ്കരയിനം പശുക്കളാണ് അവ. ഈ പശുക്കളെ രമണിയാണ് പരിപാലിക്കുന്നത്. ഞാൻ സ്വകാര്യ ബീഡി തൊഴിലാളിയായിരുന്നു. 2006 ഈ രംഗത്തേക്ക് കടന്നു വന്നത്. കുടുംബശ്രീന്ന് 5 ആളെത്തിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിയാണ്. അതിന് ബ്ലോക്കിന്റെ 50,000 സബ്സിഡി കിട്ടീനി. ആദ്യം ഒരു പശു ഉണ്ടായിട്ട് പിന്നെ 5 പശുക്കളെ വാങ്ങി ബീഡി പണി നിർത്തി. പച്ചപ്പുല്ല്, വൈക്കോൽ, കാലിത്തീറ്റ, ചോളപ്പൊടി, കടലപ്പിണ്ണാക്ക് എന്നിവയാണ് പ്രധാനമായും പശുക്കളുടെ തീറ്റ. 120 ലിറ്റർ മുതൽ 150 ലിറ്റർ വരെ പാൽ ലഭിക്കുന്നുണ്ട്. വീട്ടിലെത്തുന്ന ആവശ്യക്കാർക്ക് നൽകി ബാക്കിയുള്ള പാൽ അടുത്തുള്ള സൊസൈറ്റിയിൽ നൽകുന്നു. പിന്നെ ഞാൻ ഈ പച്ചക്കറിയും നമ്മുടെ വീട്ടിലെ പശുക്കളും ഇങ്ങനെ എൻ്റെയും ഭാര്യയും സ്വന്തം അധ്വാനം കൊണ്ടാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇനിയിലെ തലമുറക്കും വേറെ പണിയൊന്നും ഇല്ലെങ്കിലും ഈ പച്ചക്കറി മേഖലയിലേക്കോ അല്ലെങ്കിൽ പശു വളർത്തലോ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷം നമുക്ക് ലഭിക്കും. 2014 മികച്ച പച്ചക്കറി കർഷകനായി കെ സുരേന്ദ്രനെ കൃഷിഭവൻ കർഷക ദിനത്തിൽ ആദരിക്കുകയുണ്ടായി. കാസർഗോഡ് ജില്ല ജൈവ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. കൃഷിഭവൻ മുഖാന്തരം ഒരുപാട് ജൈവ കൃഷി ക്ലസ്റ്റർ രൂപീകരിക്കുകയും അതിലൂടെ ഒരുപാട് ജൈവ കീടനാശിനികൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജൈവ രീതി ഉപയോഗിക്കുന്നത് മൂലം ഉൽപാദന വർധനയിൽ ചെറിയ വ്യത്യാസമുണ്ടാകുന്നു എന്നതാണ് കർഷകരുടെ അഭിപ്രായം. എന്നാൽ ശ്രീ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. തൻ്റെ പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് വിവിധ കൂട്ടുവളങ്ങൾ ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ പച്ചക്കറികളിൽ മറ്റു വാഴകളിലും മറ്റും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വളങ്ങളൊന്നും പുറമേ നിന്ന് വാങ്ങിക്കേണ്ടി വരാത്തതിനാൽ നല്ല ഒരു തുക ഇതിൽ നിന്ന് ലാഭിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജൈവ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട ഒരു കൃഷി രീതി തന്നെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഠിനാധ്വാനികളായ സുരേന്ദ്രനും രമണിക്കും കൃഷി ഒരു ആത്മസംതൃപ്തി കൂടിയാണ്. കൃഷിയിൽ നിന്നുള്ള ലാഭവും മനസുഖവുമെല്ലാം ഈ ദമ്പതികളെ വീണ്ടും കൃഷി വ്യാപിപ്പിക്കാൻ പ്രേരകമാക്കുന്നു.
ജൈവ കാർഷിക സംസ്കൃതിയിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതിന്റെ ആക്കം കൂട്ടിയത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി നമ്മുടെ കമ്പോളങ്ങളിൽ നിരക്കുന്ന പച്ചക്കറികളിൽ ഉഗ്രവിഷം കലർന്നിട്ടുണ്ട് എന്ന ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളാണ്. കേരളത്തിൽ ആഹരിക്കുന്ന പച്ചക്കറിയുടെ 3/4 പങ്കും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മാധ്യമ ചർച്ചകളും സംവാദങ്ങളും വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിൽ നട്ടുണ്ടാക്കണം എന്ന ആഗ്രഹം എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. കീടരോഗബാധയാണ് പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളി എന്നതിനാലും അതുകൊണ്ടാണ് അതിൽ വിഷം തളിക്കുന്നത് എന്നതുകൊണ്ടും ആരോഗ്യകരമായ ബദൽ നിർദ്ദേശങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇക്കാര്യത്തിൽ വേണ്ടത്ര പുത്തൻ സാങ്കേതിക വിദ്യയുടെ അഭാവം ഒട്ടേറെ നാട്ടറിവുകളുടെ പ്രയോഗത്തിനാണ് വഴിവെക്കുന്നത്. അത്തരം പരമ്പരാഗത വിജ്ഞാനത്തിന്റെ ക്രോഡീകരണത്തിനും ശാസ്ത്രീയമായ അപഗ്രഥനത്തിനും വേണ്ടി ഈയിടെ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കർഷക ശില്പശാല നടത്തുകയുണ്ടായി. 250ഓളം പച്ചക്കറി കർഷകർ പങ്കെടുത്ത ആ വേദിയിൽ ഒട്ടേറെ നാട്ടറിവുകളും അനുഭവങ്ങളുമാണ് പങ്കുവച്ചത്. സ്വന്തം നാട്ടറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച കർഷകരുടെ പരമ്പരാഗത വിജ്ഞാനത്തിന് ശാസ്ത്രീയമായ മാനങ്ങൾ വിവരിക്കുവാനും ബാക്കിയുള്ളവയെ കൂടുതൽ ഗവേഷണ പഠനങ്ങൾക്ക് വിധേയമാക്കുവാനും വേണ്ടി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞരും ഈ വേദി പങ്കിട്ടു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം, തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം കഴിഞ്ഞ 2 വർഷമായി ഏറ്റവും മുൻതൂക്കം കൊടുത്ത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുവളപ്പിൽ എന്നുള്ളത്. അതിനുവേണ്ടി തന്നെ 3 ആവർത്തി ഞങ്ങൾ പ്രത്യേക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഒട്ടേറെ കൃഷിക്കാർക്ക് ഈ കാര്യത്തിൽ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ജൈവ കാർഷിക നയം അടുത്ത വർഷം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നോടിയായി തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം സ്വമേധയാ ഒരു ഗവേഷണം ഏറ്റെടുത്ത് നടപ്പിലാക്കുകയുണ്ടായി. കഴിഞ്ഞ 3 മാസമായി നടന്ന ഒരു ഗവേഷണം, അതൊരു പോളിസി റിസർച്ച് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമല്ലെങ്കിൽ കൂടി സ്വമേധയാ ഞങ്ങളുടെ കടമയാണ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ കടമയാണ് എന്നുള്ളതുകൊണ്ട് ഏറ്റെടുത്ത് മെയ് 2-ാം തീയതി ആരംഭിച്ച് ഇടുക്കി ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങി മിക്കവാറും എല്ലാ ജില്ലകളും യാത്ര ചെയ്ത് കർഷകരും വികസന പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ത്രിതല പഞ്ചായത്തിന്റെ ജനനേതാക്കളുമായി സംവാദം നടത്തി. ഈ നയം നടപ്പിലാക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ചെയ്യേണ്ട ഹോംവർക്ക്, മുന്നൊരുക്കങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വിജ്ഞാനത്തിന് പഴയതെന്നും പുതിയതെന്നുമില്ല. പ്രയോഗത്തിന്റെ, അനുഭവത്തിന്റെ മൂശയിലൂടെ തിളക്കമാർജിക്കുന്നതാണ് ഏത് അറിവുകളും. ഒരു കീടനാശിനിയാണ് ഞാൻ പറയുന്നത്. വേപ്പിൻ കുരു ഇടിച്ച് കഷായം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ മഞ്ഞൾ ഉണക്കുവാൻ സംസ്കരിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ, അത് ഊറ്റിയെടുത്തിട്ട് അത് രണ്ടും കൂടി അരിച്ച് ചെടികൾക്ക് തളിക്കുമ്പോൾ ഒരുവിധം എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ അനുഭവം. പച്ചക്കറി കൃഷിയിലെ കീടരോഗ നിയന്ത്രണത്തിനുള്ള മനുഷ്യന് ആരോഗ്യകരമായ കൃഷിമുറകളും ഇങ്ങനെ പ്രയോഗത്തിലൂടെ, അനുഭവങ്ങളിലൂടെ തിളക്കമാർജിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവ സാങ്കേതിക വിദ്യകളും കാർഷിക സംസ്കൃതിയുടെ രീതികളുമാകുന്നു. നമുക്ക് നമ്മളുടെ മണ്ണിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നുള്ളതിനെ പറ്റി കാര്യമായിട്ടുള്ള ഒരു ധാരണയില്ല. മണ്ണ് പരിശോധന അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടണം, പലപ്പോഴും കൃഷി വകുപ്പിനെ ഏൽപ്പിക്കും, അതിൽ റിസൾട്ട് സമയത്തിന് കിട്ടിയില്ല എന്നൊക്കെ പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു മണ്ണ് പരിശോധന അത്യന്താപേക്ഷിതം. അതിന് നമ്മൾ കൃഷി വകുപ്പിനെ മാത്രം ആശ്രയിക്കാതെ നമ്മളുടെ ആവശ്യമാണ് മണ്ണ് പരിശോധന. ഏറ്റവും നല്ല കീടനാശിനിയായിട്ട് വർക്ക് ചെയ്യുന്ന പദാർത്ഥമായതുകൊണ്ട് വേപ്പിന് പല പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ പിണ്ണാക്കായിട്ടും എണ്ണയായിട്ടും അതിൻ്റെ കഷായമായിട്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ ഈ നാടൻ പശുക്കളുടെ പഞ്ചഗവ്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എല്ലാവരും പഠിച്ചേക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ നാടൻ പശുക്കളില്ല, ഹൈബ്രിഡ് എന്നാണ്. അപ്പം അതിൽ നിന്ന് ഈ പ്രസവിക്കുന്ന പശുക്കളുടെ പാല് തെളിയുന്നവരെ കറന്ന് കളയണ പാല്, അത് അതിൻ്റെ കൂടെ അത്രയും തന്നെ ഗോമൂത്രവും ചാണകവും 2 കിലോ ശർക്കരയും പാളയംകുടമ്പഴം 2 കിലോ ചേർത്തു എൻ്റെ കണക്കിലുള്ള പഞ്ചഗവ്യാക്കി അത് ഞാൻ കൃഷിക്ക് ഉപയോഗിച്ചു. നല്ല രീതിയിൽ എഫക്റ്റായിരുന്നു, നെല്ലിനും വാഴയ്ക്കും പച്ചക്കറിക്കും ഒക്കെ. ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ചെയ്തിരിക്കുന്നത് 1 ലിറ്റർ കഞ്ഞിവെള്ളം തണുത്തതായിരിക്കണം കേട്ടോ. രാവിലെ വെച്ചിട്ട് വൈകിട്ടായാലും ഇല്ല രാത്രി വെച്ചിട്ട് രാവിലെ എടുത്തിടായാലും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 മണി കുരുമുളക്, 6 മണി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1 നുള്ളു പാൽക്കായ
ചെയ്തിട്ട് വൈകിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കീടങ്ങൾ, വെള്ളീച്ച അങ്ങനെയൊക്കെയുള്ള കീടങ്ങൾ നശിപ്പിക്കാനായിട്ട് നല്ലൊരു ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ദശഗവ്യം എന്ന് വെച്ചാൽ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടാതെ കീടരോഗ പ്രതിരോധം കൂടി ഉണ്ടാവും. കൃത്യമായ ഇടവേളകളിൽ തെളിച്ചു കൊടുത്താൽ യാതൊരു കീടരോഗങ്ങളും ഇല്ലാതെ നമുക്ക് വിളവെടുക്കാം. പച്ചക്കറി, പ്രത്യേകിച്ച് പച്ചക്കറി വിളവെടുക്കാനായിട്ട് സാധിക്കും. ഒരാഴ്ചയിൽ ഒരു സ്പ്രേ വെച്ച് കൊടുത്താൽ മതി. ഇത്തരം ഒട്ടേറെ നാട്ടറിവുകൾ ഓരോ ദേശത്തും ഓരോ കൃഷിമുറയ്ക്കും തലമുറകൾ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അവയുടെ ക്രോഡീകരണവും മൂല്യനിർണയവും നമ്മുടെ ജൈവ കാർഷിക വഴിത്താരയിൽ മുതൽകൂട്ടാകുമെന്ന് തീർച്ച. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। KSFE ഭാഗ്യവർഷ ചിട്ടികൾ 2015. ഒരിക്കലും മലയാളി ഓണം മറക്കില്ല. KSFE ചിട്ടികളും. KSFE വിശ്വസം, സുരക്ഷിതം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂളുകളിലെ ജൈവ പച്ചക്കറി കൃഷിക്ക് ധനസഹായം. സവിശേഷ നെൽകൃഷി വികസനത്തിന് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിവകുപ്പ് സംസ്ഥാനത്തെ 7000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൈവ പച്ചക്കറി കൃഷിക്കായി ധനസഹായം നൽകുന്നു. കൃഷിക്ക് അനുയോജ്യമായ കുറഞ്ഞത് 10 സെന്റ് ഭൂമിയുള്ള സ്കൂളുകളിൽ ഒരു ടീച്ചറിന്റെ മേൽനോട്ടത്തിൽ 25 കുട്ടികളെ വരെ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാം. ഇതിനാവശ്യമായ മണ്ണ് പരിശോധന, സാങ്കേതിക സഹായം, പരിശീലനം എന്നിവ കൃഷിഭവൻ മുഖേന നൽകുന്നതാണ്. ഒരു സ്കൂളിന് പരമാവധി 4000 രൂപ വരെ സഹായം ലഭിക്കും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 12 മുതൽ 14 വരെ മുട്ടക്കോഴി വളർത്തലിലും 20-21 തീയതികളിൽ ആട് വളർത്തലിലും 28-30 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. ഈ സൗജന്യ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 0479-245-2277. പൊക്കാളി നെല്ല്, ഞവര നെല്ല്, ബസുമതി നെല്ല് തുടങ്ങി കേരളത്തിൽ വളരുന്ന സവിശേഷ നെല്ലിനങ്ങളുടെ കൃഷി വികസനത്തിന് കൃഷിവകുപ്പ് 1 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. ഹെക്ടറിന് 10,000 രൂപ നിരക്കിലാണ് സബ്സിഡി നൽകുക. എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ നടപ്പാക്കുന്ന പൊക്കാളി നെൽകൃഷിയും വടക്കൻ ജില്ലകളിലെ ഔഷധ നെല്ലായ ഞവര കൃഷിയും തെരഞ്ഞെടുത്ത മേഖലകളിലെ സുഗന്ധ നെൽകൃഷിയുമാണ് ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. ബന്ധപ്പെട്ട ജില്ലകളിലെ കൃഷിഭവനുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തെ വാമനപുരം മൃഗാശുപത്രിയിലും കൊല്ലത്തെ ചടയമംഗലം മൃഗാശുപത്രിയിലും വെച്ചൂർ പശുക്കൾക്കുള്ള കൃത്രിമ ബീജാദാനത്തിനുള്ള സൌകര്യം ലഭ്യമാണ്. ആവശ്യമുള്ളവർ അതാത് മൃഗാശുപത്രികളുമായി ബന്ധപ്പെടണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. നാളികേരത്തിന്റെ താങ്ങുവില കേര കർഷകർക്ക് പ്രയോജനകരമാം വിധം നിലനിർത്തുന്നതിന് സംസ്ഥാന കൃഷിഭവനുകൾ വഴി പച്ചത്തേങ്ങ സംഭരണം നടത്തുന്നു. ഇതോടൊപ്പം കേരഫെഡിന്റെ മേന്മയേറിയ ഉൽപ്പന്നങ്ങളായ കേര വെളിച്ചെണ്ണ, കോക്കനട്ട് മിൽക്ക് പൌഡർ, കേശാമൃതം ഹെർബൽ ഹെയർ ഓയിൽ എന്നിവയും കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കും. ഫോൺ നമ്പർ
9961950958. തിരുവനന്തപുരം മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 15-ാം തീയതി മുതൽ കൃത്രിമ ബീജാദാനവും പശുപരിപാലനവും എന്ന വിഷയത്തിൽ 3 മാസത്തെ പരിശീലനം നൽകുന്നു. VHSC പാസ്സായവർക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ഫീസ് 3000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471-288-2086. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ആട് വളർത്തലിൽ പരിശീലനം നൽകുന്നു. ആട് ഫാം നിർമ്മാണം, പ്രജനനം, തീറ്റ, ആട്ടിൻ പാലുൽപ്പന്നങ്ങൾ എന്നീ വിഷയത്തിൽ ഒക്ടോബർ 15-ാം തീയതിയാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9061-297512. മറ്റൊരു നമ്പർ 0487-237-0773. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,900 രൂപ, കോഴിക്കോട് 11,600 രൂപ, തൃശൂർ 10,700 രൂപ. കൊപ്ര കൊച്ചി 7,355 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂർ 7,290 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ചുക്ക് ബെസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ. അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,250 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,350 രൂപ. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,250 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,375 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,355 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ചുക്ക് ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 21,500-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 200-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 325-നും 360-നും മധ്യേ. ജാതിപത്രി 550-നും 900-നും മധ്യേ. ഗ്രാമ്പു 830 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 11,250 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11,350 രൂപ. ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 8,400 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ ഭക്ഷ്യ എണ്ണ വിപണിയിൽ നിന്നുള്ള അനുകൂല വാർത്തകൾക്കായി കാതോർക്കുകയാണ് നാളികേര കർഷകർ. മാസാരംഭമായതിനാൽ പ്രാദേശിക തലത്തിൽ എണ്ണ വിൽപ്പന ഉയർന്നെങ്കിലും ടെർമിനൽ മാർക്കറ്റിൽ ഏതാനും ദിവസങ്ങളായി വെളിച്ചെണ്ണ കൊപ്ര വിലകളിൽ മാറ്റമില്ല. പഞ്ചാബ്, ഹരിയാന മേഖലകളിലെ ചെറുകിട റബ്ബർ വ്യവസായികൾ ലാറ്റക്സ് ശേഖരിക്കാൻ രംഗത്തിറങ്ങി. വ്യവസായികളിൽ നിന്നുള്ള ആവശ്യം ശക്തമായാൽ ലാറ്റക്സിന്റെ നിരക്ക് മെച്ചപ്പെടാം. മുഖ്യവിപണികളിൽ ലാറ്റക്സ് കിലോ 84 രൂപയിലാണ്. പ്രമുഖ ലേല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരാഴ്ചയ്ക്കിടയിൽ കയറ്റുമതിക്കാർ ഏകദേശം 150 ടൺ ഏലക്ക ശേഖരിച്ചു. ദീപാവലി ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വ്യാപാരികളും സുഗന്ധറാണിയിൽ താൽപര്യം കാണിച്ചു. കാർഷിക മേഖലകളിൽ വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. കുരുമുളക് വിപണി രാജ്യാന്തര മാർക്കറ്റിൽ നിന്നുള്ള പുതിയ ആവശ്യക്കാരുടെ വരവിനെ ഉറ്റുനോക്കുകയാണ്. ഇതര ഉൽപാദന രാജ്യങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പനക്കാരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 23.5. കൊച്ചി 31.2, 24. ആലപ്പുഴ 31, 24.4. പുനലൂർ 31.7, 22. തിരുവനന്തപുരം 32, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.